കാർത്തിക് മാഷേ, കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഇമ്രാൻ മസൂദ് ഇപ്പോൾ പുതിയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. കാരണം ഇനി കോൺഗ്രസിൽ നിന്ന് അടുത്തൊരു പ്രധാനമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രിയങ്ക വാദ്ര തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ മീനിങ് ഉണ്ട്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി ഇതിന് പറ്റിയ ആളല്ല, പറ്റിയ ആൾ പ്രിയങ്ക വാദ്ര. ഇയാൾ ഇത്രയും നാൾ നടന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. കോൺഗ്രസ് അടുത്ത കാലത്തെങ്കിലും വരുമെന്നും തോന്നുന്നില്ല. മാറ്റി പ്രിയങ്ക ഗാന്ധി ഒന്ന് പരീക്ഷിക്കണം. നിരന്തരം പരാജയമായ ഒരാളിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇല്ലാതാവും. ഇതാണ് പറയുന്നത്. ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം, ഇദ്ദേഹം പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ബംഗ്ലാദേശ് കലാപം നടന്നപ്പോൾ ദീപു ചന്ദ്ര ദാസിനെ പച്ചയ്ക്ക് കത്തിച്ച കാര്യത്തെ അവർ പ്രതിഷേധിച്ചു, ശക്തമായിട്ട് അവർ പ്രതിഷേധിച്ചു എന്നുള്ള നല്ല കാര്യം. ഇത് കേട്ടപാതി കേൾക്കാതെ പാടി റോബർട്ട് വാദ്ര, പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ്, ഇറങ്ങി അതാണ് എനിക്ക് എൻ്റെ ഭാര്യയിൽ നല്ല വിശ്വാസം, അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെന്ന് പറയുന്നത്. നോക്കിക്കോണം, അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്ക് വിശ്വാസമുണ്ടെന്നുള്ളതല്ല, അദ്ദേഹത്തിന് നല്ല വിശ്വാസമാണ് ഭാര്യ വരട്ടെ പ്രധാനമന്ത്രിയായിട്ട്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ഒന്ന് ഉഷാറാക്കാം എന്നുള്ളതായിരിക്കും ലാക്ക്. എന്തായാലും റോബർട്ട് വാദ്രയ്ക്ക് പ്രിയങ്ക ഗാന്ധിയിൽ വിശ്വാസമുള്ളത് നല്ലത്. ഇന്ത്യയുടെ വിശ്വാസം എങ്ങനെയായിരിക്കും? കോൺഗ്രസിൽ സമ്പൂർണ്ണമായി ഇന്ത്യക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ അവര് ഓരോരുത്തരെയായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ദീർഘകാലം മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ പരീക്ഷിച്ചു, സോണിയാഗാന്ധിയും പരീക്ഷിച്ചു. അവിടെയെല്ലാം കൈപൊള്ളി നിൽക്കുന്നു. അവസാനം ഇനി ഇന്ദിരയുടെ മൂക്ക്, ഹെയർ സ്റ്റൈല്, കളറ് ഒക്കെ ഉണ്ട്, അതേ ഉയരമൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. അതെ, ഇതൊന്നും ഈ മൂക്കും മുടിയൊന്നും അല്ല ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ട വിശ്വസിക്കാവുന്ന ഭരണാധികാരികളെയാണ്. അവിടെ വായിൽ നിന്ന് വരുന്നതിൽ എന്തെങ്കിലും കാമ്പും കഴമ്പും ഉള്ളതായിരിക്കണം. ഭാവി ഭാരതത്തെ സൃഷ്ടിക്കുവാൻ വേണ്ട വീക്ഷണം അവർക്കുണ്ടാകണം. ദിഷണാശാലികളായിരിക്കണം. നേതാക്കന്മാർക്ക് അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഈ തണ്ണിമത്തന്റെ ഭാഗം പിടിച്ചുകൊണ്ട് മതവിഭാഗങ്ങളെ പ്രേരിപ്പിക്കാനോ ഒന്നും നടക്കുന്നവരെ അല്ല വേണ്ടത്. അവസരവാദികളാകരുത് നേതാക്കന്മാരെന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ചിന്തിച്ചു തുടങ്ങി. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ശ്രീ റോബർട്ട് വധേരയാണ് കോൺഗ്രസിന്റെ പിൻ സീറ്റ് ഡ്രൈവർ. നമ്മുടെ KC വേണുഗോപാലൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നതിന് നമ്മൾ നന്ദി പറയേണ്ടത് റോബർട്ടിനോടാണ്. ഇപ്പോൾ റോബർട്ട് തനിക്ക് നേരിട്ട് കളത്തിലിറങ്ങണമെന്ന ആഗ്രഹം ഇതിനിടയിൽ പ്രകടിപ്പിച്ചു. പക്ഷെ സോണിയാഗാന്ധി വിലക്കി. കാരണം ഇത് മരുമകൻ രാഷ്ട്രീയത്തിലേക്ക്, കുടുംബ രാഷ്ട്രീയത്തിൽ നിന്ന് മരുമകൻ രാഷ്ട്രീയത്തിലേക്ക് വിഴുപ്പലക്കൽ തുടരുമെന്നും അത് എതിരാളികൾക്ക് കൂടുതൽ അനായാസമായിട്ട് കോൺഗ്രസിനെ കോർണർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മാറ്റിവെച്ചിട്ട് അടുത്ത റോളാണ്, അതായത് ഒരു മാസ്ക് ഇട്ട റോബർട്ട് വധേരയുടെ മാസ്ക് ഇട്ടുകൊണ്ട് സോണിയ, നമ്മൾ ഈ മലപ്പുറത്തൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടല്ലോ, സ്ത്രീകളെ മുൻനിർത്തിക്ക് അവരെ ഹിജാബിട്ട് മൂടിയിട്ട് ഒരാണിന്റെ പടം വെക്കും, ഇയാളുടെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യുക ആമിനക്കെന്ന് പറഞ്ഞു. ഇതേ പരിപാടി തന്നെയാണ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. സാറ് പറഞ്ഞ വളരെ ചോദിച്ചൊരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പോരാ എന്നുള്ളതല്ലേ എന്നുള്ളത്, കഴിവുകെട്ടാണ് എന്നുള്ളതിന്റെ ഒരു സമ്മതമാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതെ, അത് തെളിയിക്കപ്പെട്ടൊരു സത്യമാണ്. കോൺഗ്രസ് അവരുടെ ഏറ്റവും, നമ്മളിപ്പോ മുങ്ങിച്ചാകാൻ പോകുന്നവനെല്ലാ നോക്കിയിട്ട് അവസാനം കൂടെ നിൽക്കുന്നവനെ കയറി പിടിക്കും, അല്ലെങ്കിൽ പായലാണെങ്കിലും ചകിരിത്തുമ്പാണെങ്കിലും കയറി പിടിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്നതുപോലെ ഇവരെ വെച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല എങ്കിൽ, അത് സാധിച്ചില്ല എങ്കിൽ പുതിയ രംഗപ്രവേശം നേരത്തെ നടത്തിയിട്ടുണ്ട്. റഹായ് വദ്രയും മിറായ് വദ്രയും എന്ന് പറഞ്ഞ് മകനും മകളും ഉണ്ട്, കൊച്ചുമക്കളുണ്ട്. ഇവരെയും നമ്മുടെ ഇവിടുത്തെ ഒരു മണ്ഡലം ഉണ്ടല്ലോ, നമ്മുടെ വയനാട്, വയനാടിൽ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഒരു കുടുംബ ഭരണം എന്നതിനപ്പുറം കോൺഗ്രസിൽ കൊള്ളാവുന്ന ആൾക്കാരൊന്നുമില്ല. ഈ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ജർമ്മനിയിൽ പോയി വിടുവായത്തം പറയുന്നത്, ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത് അത് ഇവരുടെ സഹോദരനാണ്. ആ സഹോദരനെ പോലും നിയന്ത്രിച്ച് ഇന്ത്യക്ക് അനുകൂലമായി എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പൊളിറ്റിക്സ്, ഇന്ത്യക്കാരുടെ മനസ്സെന്താണ്, ഇത് മനസ്സിലാക്കാൻ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രിയങ്ക എന്ന് പറയുന്ന ലേഡിക്ക് ഇന്ത്യൻ മനസ്സുകളിൽ ഇടം പിടിക്കാമായിരുന്നു. അതൊന്നുമില്ലാതെ നമ്മൾ ഈ അവിയലിന്റെ കഷ്ണമെടുത്ത് സാമ്പാറിന് ഇടുന്നത് പോലെ ഇട്ടിട്ട് എന്ത് ഗുണമാ ഉള്ളത്? ഇവർക്കിത് മാറ്റിപ്പിടിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി.
അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. ഈ പറയുന്ന സോണിയ കുടുംബത്തിനോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനോ ഇതൊരു പ്രശ്നമല്ല. അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനോ അവർക്ക് കുറേ നാളുകൂടെ പ്രിവിലേജ് കിട്ടാനൊക്കെ സാഹചര്യമുണ്ട്. ഇത്രയും നാൾ 60 വർഷം ഭരിച്ച ഫാമിലിയാണ്. പക്ഷെ ഇന്ത്യക്കാരന്റെ ഭാവിയെ വെച്ച് നോക്കുമ്പോൾ അത് സോണിയുടെ കയ്യിൽ സുഭദ്രമായിരുന്നില്ല, മകന്റെ കയ്യിൽ ഭദ്രമായിരുന്നില്ല. ഒട്ടും യുക്തിസഹമല്ല അത് ഈ പറയുന്ന മകളുടെ കയ്യിലേക്ക് കൊടുത്ത് പാർട്ടിയെ രക്ഷിക്കാമെന്നുള്ള ആ ഒരു ധാരണ. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയൊപ്പം ചായ പങ്കിട്ടു. പാർലമെന്റ് സമ്മേളനം കഴിയുമ്പോൾ ഒരു പതിവാണ്. സാധാരണഗതിയിൽ അവർ അങ്ങോട്ട് പോകാറില്ല, അന്ധമായ വിരോധം കൊണ്ട്. രാഹുൽ ഗാന്ധി അങ്ങനെയാണ്. മുഹബത്ത് കി ദുഖാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അന്ധമായ വൈരാഗ്യം. മോദിയുടെ വിജയം അംഗീകരിക്കാനേ പറ്റത്തില്ല, കലിപ്പാണ് മോദിയോട് ഇപ്പോഴും. പക്ഷേ പ്രിയങ്ക ഗാന്ധി അവിടെ പോവുകയും പ്രധാനമന്ത്രിയുടെ അടുത്തിരുന്ന് സംഭാഷണം നടത്തുകയും ചെയ്തു. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, മലയാളം പഠിച്ചോ എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ ഭാഷയിലും ഒരു 2 വാക്കെങ്കിലും പറയാൻ അറിയാവുന്ന ആളാണ് പ്രധാനമന്ത്രി. എവിടെ ചെന്നാലും ആ ഭാഷ സംസാരിക്കും. രാജ്യത്തെ ഭാഷ സ്വാഹിലി, ആഫ്രിക്കയിൽ പോയാൽ സ്വാഹിലി ഭാഷ സംസാരിക്കും. അങ്ങനെയാണ് അദ്ദേഹം അവരെ കയ്യിലെടുക്കുന്നത്. അപ്പം പ്രിയങ്ക പറഞ്ഞ മലയാളം പഠിക്കണം, ഇതുവരെ പഠിച്ചിട്ടില്ല, പഠിക്കണം. അത് നല്ല കാര്യം തന്നെയാണ്, ആ പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയായിട്ടൊരു മാനസികമായിട്ടുള്ളെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യം ഇല്ലെന്ന് കാണിച്ച ഒരു സന്ദർഭം കൂടിയാണ്. പിന്നെ ഈ പറയുന്ന ഭാഷ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ സാമ്യം കൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ ഇവരുടെ പ്രകടനം മികച്ചതായിരുന്നു. സോണിയാഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനം രാഹുൽ ഗാന്ധിയുടെ ഒരു നിലവാരം കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് പോലെയായിരുന്നു. നമ്മൾ ഈ നെഹ്റു കുടുംബം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേഠി എന്ന് പറഞ്ഞൊരു കുത്തക മണ്ഡലം ഇവർക്കുണ്ടായിരുന്നില്ലേ? ഈ മണ്ഡലത്തിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ചെന്നിട്ട് അമേഠിയെ വികസിപ്പിക്കുമെന്ന് പറയും. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ചെന്നിട്ട് ഇത് തന്നെ പറയും. ഇങ്ങനെ നിരന്തരം 60 വർഷം എന്ന് പറയുമ്പോൾ എത്ര തവണ, 6 12 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഈ മണ്ഡലത്തിൽ ചെന്ന് തന്നെ കോൺഗ്രസിന്റെ കുടുംബ സ്ഥാനാർത്ഥികൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായില്ല. ഇതേപോലെയായിരുന്നു ഇന്ത്യയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് എവിടെയെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ആ മണ്ഡലത്തിലായിരുന്നു. ഇത് ആവർത്തിച്ചിട്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് മതം പറഞ്ഞുകൊണ്ടും ഛിദ്രമായ ഇന്ത്യ വിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടും ഇന്ത്യൻ ഭരണം തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ്. പക്ഷെ BJP ഇവരുടെ തന്ത്രങ്ങൾ എന്നേ പഠിച്ചിട്ടാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതൊരു സോണിയ കുടുംബത്തിൽ നിന്നൊരാൾ വന്നാൽ കരകയറ്റാൻ പറ്റാത്ത രീതിയിൽ ആഴത്തിൽ അവർ ഈ കോൺഗ്രസ് ഇപ്പോൾ മുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് പിടിച്ചു കയറണമെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇന്ത്യൻ ജനതയെ, രാജീവ് ഗാന്ധി ചെയ്ത ഒരു തെറ്റ് നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഷബാനു കേസിൽ, മേരി റോയ് കേസിൽ, നമ്മൾ ഈ 2 കേസുകളും അറിയാമല്ലോ. അതായത് വ്യക്തി അവകാശം എന്ന് പറയുന്നത് മതത്തിനപ്പുറം ഭരണഘടന തുല്യത, അതെ, ഭരണഘടന അനുസരിച്ച് കൊടുക്കുന്നതിന് പകരം മതത്തിന് അവിടെ പ്രാമുഖ്യം നൽകി അദ്ദേഹം ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഇന്ത്യയിലെ മറ്റ് ഇതര സമുദായങ്ങൾ, മതങ്ങൾ ഇതേക്കുറിച്ച് ബോധവാന്മാരായത്. പക്ഷെ ആ ബോധവാന്മാരായെങ്കിലും അത് അവരുടെ മസ്തിഷ്കത്തിലേക്ക് എത്തി തലച്ചോറിൽ കിടന്ന് പ്രവർത്തിച്ച് പിന്നീട് വന്ന സംഭവങ്ങളുമായിട്ട് കൂട്ടിക്കുഴച്ച് അവരുടെ വിരൽത്തുമ്പിലൂടെ അത് വോട്ടായി മാറുന്നതിന് കാലം കുറെ എടുത്തു. അതുവരെ BJP ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, BJP അത് കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പരമ്പരാഗതമായ ഹിന്ദു ആഘോഷങ്ങളോട് മുഖം തിരിച്ചു നിന്നാൽ ഇവിടുത്തെ മറ്റു വിഭാഗങ്ങൾക്ക് സന്തോഷമാകുമെന്ന് ചിന്തിക്കുന്നിടത്തല്ലേ ഒരു രാജ്യത്തെ നയിക്കാൻ കഴിവില്ലായ്മയുള്ള ഒരാളുടെ ചിന്താശേഷി നമ്മൾ ചോദ്യം ചെയ്യുന്നത്? മാത്രമല്ല, പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇവരുടെ ഏതോ ബന്ധു വിദേശത്തുണ്ട്, അവർ മരിച്ചതുകൊണ്ടും എന്ന് പറഞ്ഞ് പാർലമെന്റിൽ നിന്ന് പെട്ടെന്ന് ഇവർ അപ്രത്യക്ഷയായി. അതുപോലെ തന്നെ പകൽ സമയം കഴിഞ്ഞാൽ ഒരു ചർച്ചയിലും അവർ പങ്കെടുക്കാറില്ല പാർലമെന്റിൽ. അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. വയനാട്ടിലെ ഒരു യോഗത്തിലും രാത്രിയിൽ അവർ ഒരു യോഗത്തെയും അഭിസംബോധന ചെയ്തില്ല. വാസ്തവത്തിൽ ഈ മുസ്ലിം ലീഗാണ് അവരെ അവിടെ ജയിപ്പിച്ചതെന്നുള്ളത് വ്യക്തമാണ് വൻ ഭൂരിപക്ഷത്തിൽ. പക്ഷേ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള വളരെ വലിയൊരു പാർലമെന്റ് സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തതേയില്ല. മുസ്ലിം ലീഗ് അതിൽ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നേതാവെന്നുള്ള നിലയിൽ എപ്പോഴും തന്നെ ജയിപ്പിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ജനങ്ങളുടെ എല്ലാ ആസ്പിറേഷൻസിലും പങ്കാളിയാവേണ്ടതാണ്. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അതൊരു നല്ല പാർലമെന്റേറിയന്റെ ലക്ഷണമല്ല. സർ, ബിസിനസ്സിൽ യൂസഫലി ചെയ്യുന്നത് പോലെ അദ്ദേഹം ദുബൈയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ബിസിനസ് ഭംഗിയായിട്ട് നടത്താൻ പറ്റും. പക്ഷേ അത് ബിസിനസ്സാണ്, രാഷ്ട്രീയം വേറെയാണ്. രാഷ്ട്രീയക്കാരൻ
ദുബൈയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം നടത്താൻ പറ്റുകയില്ല, ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. രാഷ്ട്രീയം ജനങ്ങളുടെ മനസ്സുമായിട്ട് നേരിട്ട് ഇടപെടുന്ന, അവരുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ എനിക്ക് രാത്രി കഴിഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു നേതാവ് ഏതൊരു അടിയന്തര സാഹചര്യത്തിലും തങ്ങൾക്ക് ലഭ്യമല്ല എന്നൊരു തോന്നലല്ലേ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പാർട്ട് ടൈം ജോലിയല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഇപ്പോ രാഹുൽ ഗാന്ധി കുറെ നാളത്തേക്ക് അപ്രത്യക്ഷനാകുന്നു. പരാജയങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് അദ്ദേഹം പ്രതികരിക്കാതെ മുങ്ങിക്കളയുന്നു, വിദേശത്ത് പോയി രാജ്യത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഓക്കെ, നമുക്ക് മോദിയെ എതിർക്കുന്ന കുറെ ആൾക്കാർക്ക് കൊള്ളാം, അങ്ങനെ പറഞ്ഞാൽ നന്നായെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവരും മോദിയെ എതിർക്കുന്ന ആൾക്കാരല്ല. മോദി വിരോധമുള്ളവർക്കേ തോന്നുന്നു. ശരിയായ ശശി തരൂരിന് അങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹം ശരിയായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള കഴിവ് പോലും കോൺഗ്രസ്സുകാർക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. അത് പുതിയ പരീക്ഷണങ്ങൾ അവർ നടത്തിക്കോട്ടെ. ശശി തരൂർ നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ മുഹബത്ത് കി ദുഖാൻ. അല്ല, അങ്ങനെ ആയിരിക്കണം. രാഷ്ട്രീയക്കാരനെ എല്ലാത്തിനും എതിർക്കുകയല്ല വേണ്ടത്. ശരിയെ അംഗീകരിക്കുകയും തെറ്റിനെ എതിർക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റിയാണ് കൂടുന്നത്. നിർഭാഗ്യവശാൽ സോണി കുടുംബത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന 3 പേരും പിൻസീറ്റിൽ ഇവരെ നിയന്ത്രിക്കുന്ന റോബർട്ട് വദ്രയും, എന്തുകൊണ്ട് ഈ 4 പേരടങ്ങുന്നവർക്ക് ഈ ഒരു ബുദ്ധി തോന്നുന്നില്ല? കുറെ നാൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇവര് പറയുമായിരിക്കും, എന്തുകൊണ്ട് ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല. പക്ഷെ അപ്പോൾ സമയം പോയി കഴിഞ്ഞിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.